ജർമ്മനിയിലേക്ക് കയറി വരുന്ന ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റൂമിൻ്റെ കാര്യം. ഈ റൂം നമ്മൾ ഓൾറെഡി റെൻ്റായിട്ടാണ് ജർമ്മനിയിൽ എടുക്കാറ്. അപ്പോൾ ഈ റെൻറ്റിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കയ്യിൽ വാം റെൻ്റ് ഉണ്ട്, കോൾഡ് റെൻ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് വാം റെൻ്റാണ്. വാം റെൻ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി, ഹീറ്റിംഗ് ചാർജ് എല്ലാം കൂട്ടുള്ള റെൻ്റാണ് നമുക്ക് കിട്ടുക. കോൾഡ് റെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ റെൻറ്റിൻ്റെ ടോട്ടൽ പ്രൈസ് വാരി ചെയ്തിരിക്കും കേട്ടോ. അതുപോലെ വരുന്ന മെയിൻ സാധനമാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ ലാൻഡ് ലോണിൻ്റെ കയ്യിൽ നമ്മൾ 2 മാസത്തെയോ അല്ലെങ്കിൽ 3 മാസത്തെയോ അഡ്വാൻസ് ഡെപ്പോസിറ്റ് അടച്ചിരിക്കണം. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ് ഈ റേഡിയോ ബില്ല് എന്ന് പറയുന്നത്. ഷെയർഡ് റൂം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിലും റേഡിയോ ബില്ല് നമ്മൾ റൂം മെമ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുക. അത് എന്തായാലും ഓർമ്മയിൽ വെക്കണം കേട്ടോ. അല്ലാതെ കറക്റ്റ് 55 യൂറോസ് റേഡിയോ ബില്ല് നമ്മൾ തന്നെയല്ല, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് റൂമിലുള്ള കുറച്ച് പേരായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ നമ്മൾ വീഗിക്ക് സൂട്ട്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂം സെർച്ചിങ് ആപ്പിലോ കാണുന്നുണ്ടാവും ഷൂഫ സ്കോർ ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ വീഗിക്ക് സൂട്ട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഷൂഫ സ്കോർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ.